NSS-SNDP ഐക്യനീക്കത്തിന്റെ തകർച്ചയിലൂടെ പൊളിഞ്ഞത് നായർ വോട്ടുകൾ അടുപ്പിക്കാനുള്ള ബിജെപിയുടെ നീക്കം. തുഷാർ വെള്ളാപ്പള്ളിയെ ദൂതനാക്കിയത് ബിജെപിയുടെ തന്ത്രമാണെന്ന് തിരിച്ചറിഞ്ഞതോടെയാണ് സുകുമാരൻ നായർ ഐക്യം വേണ്ട എന്ന നിലപാടെടുത്തത്. രാഷ്ട്രീയ നീക്കം ബോധ്യപ്പെട്ടതോടെ ജനറൽ സെക്രട്ടറി തന്നെയാണ് സഖ്യത്തിൽ നിന്ന് പിന്മാറുന്നു എന്ന പ്രമേയം അവതരിപ്പിച്ചതും ഡയറക്ടർ ബോർഡിന്റെ അംഗീകാരം തേടിയതും. NSS-SNDP ഐക്യം വേണ്ടെന്ന് നിലപാടെടുത്തതിന് പിന്നാലെ മാധ്യമങ്ങളെ കണ്ടപ്പോൾ രാഷ്ട്രീയ നീക്കമുണ്ടെന്ന സംശയം സുകുമാരൻ നായർ പറഞ്ഞിരുന്നു. ഐക്യത്തിലൂടെ നേട്ടമുണ്ടാക്കാൻ BJP ശ്രമിച്ചെന്നാണ് NSSന്റെ ഡയറക്ടർ ബോർഡ് യോഗത്തിൽ വിലയിരുത്തൽ. തുഷാർ വെള്ളാപ്പള്ളി വഴി നടത്തിയ നീക്കം സാമുദായിക നീക്കമല്ലെന്നും NDA നേതാവ് എന്ന നിലയിലാണ് തുഷാർ സന്ദർശനത്തിന് ശ്രമിച്ചതെന്നുമാണ് NSS വിലയിരുത്തൽ. NDA നേതാവ് തുഷാർ വെള്ളാപ്പള്ളിയെ ദൂതനാക്കിയതിന്റെ ലക്ഷ്യവും മറ്റൊന്നായിരുന്നില്ല. എന്നാൽ നീക്കം തിരിച്ചറിഞ്ഞ NSS ജനറൽ സെക്രട്ടറി BJPയുടെ തന്ത്രം തുടക്കത്തിലേ പൊളിച്ചു. ബോർഡ് യോഗത്തിൽ സുകുമാരൻ നായർ തന്റെ നിലപാട് അറിയിച്ചു. പിന്നാലെയാണ് അടിസ്ഥാന തത്വങ്ങളിൽ നിന്നും വ്യതിചലിക്കുന്നതാവും ഐക്യമെന്ന യോഗം നിലപാടെടുത്തത്. ഇതോടെ വിശാല ഐക്യത്തിന്റെ വാതിൽ NSS കൊട്ടിയടയ്ക്കുകയായിരുന്നു. സമദൂര നിലപാടെങ്കിലും LDFനും UDFനും ഒപ്പം പരോക്ഷമായി NSS നിലയുറപ്പിച്ചിട്ടുണ്ട്. പക്ഷേ BJPക്ക് NSSനെ അടുപ്പിക്കാൻ കഴിഞ്ഞിരുന്നില്ല. അതിനാൽ ഐക്യം അവസരമാക്കി നേട്ടമുണ്ടാക്കാനായിരുന്നു BJPയുടെ ശ്രമം. ഐക്യം സമുദായങ്ങളുടെ ആഭ്യന്തര കാര്യമെന്ന് പറയുമ്പോഴും BJP നീക്കം പൊളിഞ്ഞതിന്റെ ആശ്വാസത്തിലാണ് പ്രതിപക്ഷം. അവരെടുത്ത രണ്ട് തീരുമാനങ്ങളും അവരുടെ ആഭ്യന്തരമായ കാര്യങ്ങളാണ്. നോ കമന്റ്സ്. ഞങ്ങൾ സമുദായങ്ങളുടെ മത കാര്യങ്ങളിലൊന്നും ഞങ്ങൾ ഇടപെടാറില്ല. അതൊക്കെ അവരുടെ ആഭ്യന്തരമായ കാര്യം. അവർ തീരുമാനം, അവർക്ക് അതിനുള്ള സ്വാതന്ത്ര്യമുണ്ട്. നമ്മളെന്തിനാണ് അതിനെക്കുറിച്ച് കമന്റും ഒക്കെ പറയുന്നത്? അവരെടുക്കട്ടെ. ഐക്യശ്രമം തകർന്നതിൽ പിന്നീട് പ്രതികരിക്കാം എന്നാണ് വെള്ളാപ്പള്ളി നടേശന്റെ നിലപാട്. BJP നീക്കം കൂടി പുറത്തുവന്നതോടെ വെള്ളാപ്പള്ളിയുടെ പ്രതികരണം ശ്രദ്ധേയമാകും. ന്യൂസ് മലയാളം, തിരുവനന്തപുരം.